ഇന്ന് നമ്മളൊരു പരിപ്പ് കറിയാണ് വെക്കാൻ പോകുന്നത്. അതായത് വടക്കൻ സ്റ്റൈലിൽ പരിപ്പ് കറി. സാധാരണ ട്രിവാൻഡ്രം സ്റ്റൈലിലെ പരിപ്പ് കറിയും കൊല്ലം സൈഡിലെ പരിപ്പെന്ന് പറയുമ്പോൾ അത് പച്ച കളറിലെ പരിപ്പാണ്. പത്തനംതിട്ട ഭാഗത്തൊക്കെ ഇത് തിരുവനന്തപുരത്ത് നിന്ന് മഞ്ഞ നിറമാണെങ്കിൽ പക്ഷെ അതിന് ഒരു വ്യത്യാസമുണ്ട്. നമ്മളെ കോഴിക്കോടൻ സ്റ്റൈലിൽ വരുമ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്യും. പരിപ്പൊന്ന് നെയ്യിലിട്ടൊന്ന് വറക്കും, ചുമക്ക വറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുമന്ന നിറം, ഒരു റെഡിഷ് ബ്രൗൺ കളർ വരുന്ന വരെ നമ്മളിത് വറക്കും. വറക്കാൻ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ പരിപ്പ് കങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മയാണ് പറഞ്ഞു തന്നത്. പിന്നെ വറുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പരിപ്പ് നല്ല ടേസ്റ്റി ആയി ഇരിക്കും, കറി കേടാവില്ല, പെട്ടെന്ന് കേടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ പരിപ്പൊന്ന് നമ്മൾ നെയ്യ് മുമ്പിച്ച് വറുക്കുക ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തേങ്ങ, വെളുത്തുള്ളി, കുരുമുളക് ഉണ്ടാവും മെയിനായിട്ട്. കുരുമുളക്, ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് അരച്ച്, ഇച്ചിരി ജീരകം ഇതെല്ലാം കൂടി അരച്ചിട്ട് ഇപ്പോൾ പരിപ്പ് വേവുന്ന സമയത്ത് ഉപ്പിടണം കേട്ടോ. എന്നിട്ട് നമ്മളിതിനാക്കി ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കും. വെന്ത പരിപ്പിലേക്കാണ് ഈ അരപ്പ് ചേർക്കുന്നത്. ഇതൊന്ന് തിള വന്നു കഴിഞ്ഞ് നമ്മൾ നെയ്യ് മൂപ്പിച്ചിട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മളിത് എന്താ പറയുക മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ കടുകില്ല, ഇതിൽ കടുക് ചേർക്കാറില്ല, കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അതാണ് അങ്ങനെയാണ് ഈ ഒരു വടക്കൻ സ്റ്റൈൽ ഈ ഒരു പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇത് ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ഞാനിതിൽ നെയ്യ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നെയ്യ്, നിങ്ങൾക്ക് എത്രത്തോളം നെയ്യ് ചേർക്കണം, ഒരുപാടൊന്നും നെയ്യ് ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. നെയ്യ് ഇട്ടിട്ട് ഈ പരിപ്പ് ഇട്ട് വറുക്കണം നന്നായിട്ട്. ഏകദേശം ചുമക്ക വറക്കണം, ഏകദേശം ഒരു റെഡിഷ് ബ്രൗൺ കളർ വരുന്നവരെ. നല്ല ബ്രൗൺ അല്ല, ഒരു ഗോൾഡൻ ബ്രൗൺ, റെഡിഷ് ബ്രൗൺ വേണ്ട, ഒരു ചെറിയൊരു ഗോൾഡൻ കളറിൽ ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വഴറ്റണം. പിന്നെ ഇത് വറക്കുകയാണ് നമ്മൾ. നെയ്യിടാൻ മറക്കരുത്, നെയ്യിട്ടിട്ടാണ് വറക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്: ജീരകം, മഞ്ഞൾപ്പൊടി, ഈ മുളക്, അതായത് പിരിമുളക്, തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്. ഇത് പിന്നെ കറിവേപ്പില രണ്ട് രീതിയിൽ ഇപ്പം നമ്മളിത് അരപ്പിൻ്റെ കൂടെ ഇടും. കടുക് വറുക്കണ സമയത്തും, കടുക് വറുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടുകില്ല, ഈ കറിയിൽ കടുകില്ല, ആ സമയത്തും ഇടും. ഓക്കെ, ഇത് ഇങ്ങനെ ഒന്ന് വറുത്ത് ഈ ഒരു കളറാവുന്ന വരെ നമ്മൾ വറക്കണം. നെയ്യ് ചേർത്തിട്ടുണ്ട്, വറക്കണം. ബട്ടർ വേണമെങ്കിൽ ബട്ടറും ചേർക്കാം. അതിനുശേഷം നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം, ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. പിന്നെ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് വേവിക്കാം. അല്ല, കുക്കറിലാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് പരിപ്പ് വെന്ത് കിട്ടും. ഓക്കെ, ഞാൻ കുക്കറിലാണ് വേവിക്കാൻ പോണത്. ഇപ്പോൾ ഈ അരച്ചെടുക്കണം, വെള്ളം ചേർത്ത് വേണം നമ്മൾ അരയ്ക്കുന്നത്. എന്നിട്ടാണ് ഇത് വെന്ത ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത്. ഓക്കെ, നമ്മൾ കുക്കറിൽ നമ്മൾ എടുത്തേണ്ടത്, ഈ കുക്കറിലാണ് നമ്മളിപ്പോൾ അത്രയും വെള്ളം വേണം. അതുപോലെ പരിപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഉപ്പും കൂടെ നമ്മളിട്ട് വേവിക്കും. ഇതിപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പിങ്ക് ഹിമാലയൻ സോൾട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവററ്റ് സോൾട്ട് യൂസ് ചെയ്യാം. അപ്പം നമ്മളിത് വേവിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ തേങ്ങ. ഇങ്ങനെ അരയണം, നല്ല മഷി പോലെ അരയണം. ഒരുപാടങ്ങ് എന്താ പറയുക, ഈ തെരുതെര കിടക്കുന്ന അതൊന്നും പാടില്ല. നല്ല മഷി പോലെ അരഞ്ഞിട്ടെങ്കിൽ ഇതിനകത്ത് ഇത് തന്നെയാണ് കാളനും പുളിശ്ശേരിക്കും ഒക്കെ നമ്മൾ മോരുകറി എന്നൊക്കെ പറയില്ലേ, പുളിശ്ശേരി, കാളൻ, ഇതിനൊക്കെ നമ്മളിത് ഈ ഇതേ സെയിം അരപ്പാണ്. പക്ഷേ കാളൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ തൈര് ചേർക്കുക. ഇനി കാളൻ ഉണ്ടാക്കണം, ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത്. ഒരിക്കലും ഒരു തരുതരാന്നുള്ള ആ രീതിയിൽ, അരിബിയലിനൊക്കെ അരയ്ക്കുന്ന ആ രീതിയിൽ അരയ്ക്കരുത്, മഷി പോലെ അരയ്ക്കുക. ഇങ്ങനെ വേണം അരയ്ക്കാൻ. ഇങ്ങനെ നമ്മുടെ പരിപ്പ് വെന്ത് കഴിഞ്ഞു. നിങ്ങളെ വീട്ടിലത് പൊട്ടറ്റൊക്കെ മാഷ് ചെയ്യുന്ന മാഷർ ഉണ്ടെങ്കിൽ നമുക്കത് മാഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിത് വെച്ചിട്ട് നിങ്ങൾക്കിങ്ങനെ സൈഡിലൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. 3 വിസിലാണേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ പിന്നിലെ രഹസ്യം, നെയ്യ്. ഇനി നമ്മൾ അരപ്പ് ചേർക്കുകയാണ്. ഈ അരപ്പ്, മിക്സിയിൽ അരച്ച അരപ്പ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ഇത്തിരി വെള്ളം, ഒരു തവി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ വേവും. ഇതിങ്ങനെ ഈ ഒരു അരപ്പ് ഒന്നൊരു തിള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ കറിവേപ്പില കടുക് പൊട്ടിച്ചിട്ട് ഇതിലിട്ട് ഇളക്കിയെടുക്കും. അതുകൊണ്ട് നമ്മുടെ പരിപ്പ് റെഡിയായി. ഒരു പപ്പടമോ അച്ചാറോ മാത്രം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാം. ഓക്കെ, എന്നാലും ചോറ് കഴിക്കുമ്പോൾ ഡയറ്റൊന്ന് നോക്കണം. ഓക്കെ, നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കും.
ഇതാ ഇതുപോലെ കറിവേപ്പില, എത്രത്തോളം കറിവേപ്പില ചേർക്കാമോ അത്രയും നല്ലതാണ് കേട്ടോ. തലമുടിക്കൊക്കെ വളരെ നല്ലതാണ്, അറിയാമല്ലോ. അപ്പോൾ ആയി കഴിഞ്ഞു. ഇതാണ് കടുക് വറുത്തത്. കടുകില്ല, ഇതാണ് ഇത്. ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ നേരെ ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കും. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിരിക്കുകയാണ്. ഇതാ, നിങ്ങൾക്ക് ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, ഇപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങളുടെ രുചി അനുസരിച്ച് ചേർക്കാം ഉപ്പ്. പിന്നെ ഹിമാലയൻ സോൾട്ട് ചേർക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും, ഹെൽത്തിയാണ്. അങ്ങനെ പരിപ്പ് റെഡിയായി. ഇനി ചോറ്, എന്തെങ്കിലും ഒരു തോരനോ അതിൻ്റെ കൂടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെ, മീൻ കറിയുടെ കൂടെ കഴിക്കാം. ഞാൻ മീൻ ഉപയോഗിക്കാറില്ല. ചിക്കൻ കറിയുടെ കൂടെയൊക്കെ ഒരുപാട് കഴിച്ച് നല്ല കോമ്പിനേഷനാണെന്ന് പറയുന്നു. അപ്പം ഇത് പപ്പടവും ഒരു അച്ചാറും ചോറും മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചോറുണ്ണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹരേ കൃഷ്ണ.